ഹലോ, എനിക്ക് കിട്ടിയ ഒരു 8ന്റെ പണി ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങളൊരു ചെറിയ ബൊട്ടിക് ഓണറാണോ അല്ലെങ്കിൽ ഒരു സ്റ്റിച്ചിങ് യൂണിറ്റിന്റെ ഓണറാണോ എങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കാം. നമ്മുടെ ബിസിനസിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യൻ സ്റ്റാഫുകളാണ്. പ്രത്യേകിച്ച് സ്റ്റിച്ചിങ് ആണെങ്കിലും ഹാൻഡ് വർക്ക് ആണെങ്കിലും ഇപ്പോൾ കൂടുതലായിട്ട് നോർത്ത് ഇന്ത്യൻ സ്റ്റാഫുകളാണല്ലോ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരെ എടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ പറയുന്നത് തന്നെ നിങ്ങൾക്കറിയാം, കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ സ്റ്റാഫുകളെ എടുക്കുന്നത്. ഇനി എത്ര കഷ്ടപ്പാട് വന്നാലും എന്താ, ഇവരെ പോലുള്ളവരെ നിങ്ങൾ എടുക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഈ പറയുന്ന അക്ബർ എന്ന വ്യക്തി എൻ്റെ കൂടെ ഈ കഴിഞ്ഞ 3 മാസമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നലെയാണ് ഞാൻ ഫുൾ സാലറി കൊടുക്കുന്നത്. അതായത് നമ്മൾ വീക്ക്ലി സാലറി ആണ് നമ്മുടെ വരുന്നത്. എല്ലാ തിങ്കളാഴ്ചയും കൃത്യമായിട്ട് നമ്മൾ പെൻഡിങ് ഇല്ലാതെ നമ്മൾ പൈസ കൊടുക്കും. എന്നോട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, ഇതേ സെയിം മേഖലയിൽ നിൽക്കുന്ന ഒരുപാട് പേർക്ക് ഇതേപോലുള്ള അവസ്ഥ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. പറയാതെ പോയി കളയുന്ന അവസ്ഥ ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഇതിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് നമ്മളിനി എന്ത് ചെയ്യും, ഇതിനെന്തെങ്കിലും പോകാൻ വഴിയുണ്ടോ, അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. കാരണം ഒരു സ്റ്റിച്ചിങ് സ്റ്റാഫ് വെച്ചുകൊണ്ടിരിക്കുന്നതാണ് അല്ലെങ്കിൽ ഒരു ഹാൻഡ് വർക്ക് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയ സ്ഥാപനമാണെങ്കിൽ ഇവർ പറയാതെ പോയി കഴിഞ്ഞാൽ അന്നത്തെ ദിവസം അല്ലെങ്കിൽ ഇനി അടുത്ത ആൾ വരുന്നവരെയും നമ്മുടെ പൊട്ടിക ക്ലോസ് ചെയ്യേണ്ട അവസ്ഥയാകും. കാരണം നമ്മൾ ഫുള്ളായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഇവരെയാണല്ലോ. ഇവരെ വിശ്വസിച്ചാണ് നിൽക്കുന്നത്. നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ പോലെ കണ്ടിട്ടാണ് നമ്മൾ അവരെ കൂടെ നിർത്തുന്നത്. അപ്പോൾ ഇവർ പോയി കളയും. എല്ലാ നോർത്ത് ഇന്ത്യൻസിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, ഇവനെ പോലുള്ള കുറച്ച് പേരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഒരു 50 രൂപ അല്ലെങ്കിൽ 100 രൂപ കൂടുതൽ കിട്ടുമെന്ന് പറഞ്ഞാൽ ഇത്രയും കാലം കൂടെ വർക്ക് ചെയ്തവരടുത്ത് പറയാതെ അങ്ങോട്ടങ്ങ് പോയി കളയാണ് ചെയ്യുന്നത്. നിങ്ങൾ പൊക്കോ, നിങ്ങൾക്ക് നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ നിങ്ങൾ പൊക്കോ, ഒരു പ്രശ്നമില്ല. പക്ഷേ നേരത്തെ പറഞ്ഞ ഒരാഴ്ചയെങ്കിലും മുൻകൂട്ടി പറഞ്ഞ് അവർക്ക് അടുത്ത ആളെ കണ്ടുപിടിക്കാനുള്ള ഒരു അവസരം കൊടുക്കണ്ടേ? അങ്ങനെ പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അല്ലാതെ ഈ പറഞ്ഞിട്ട് പോകുമ്പോഴത്തേക്കും നമ്മുടെ ബിസിനസ് അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പ് ഒന്ന് ക്ലോസ് ചെയ്തിരിക്കേണ്ട അവസ്ഥയാണ്. ഇതേ അവസ്ഥ ഒരുപാട് പേർക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആരും പുറത്ത് പറയുന്നതായിട്ട് ഞാൻ കാണില്ല. എന്തുകൊണ്ട് നിങ്ങൾ പുറത്ത് പറയാത്തതെന്നും എനിക്ക് അറിയില്ല. കാരണം നമുക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ നമ്മൾ പുറത്ത് പറയുകയാണെങ്കിൽ നമ്മൾ അവരുടെ മുഖം നോട്ട് ചെയ്ത് വെക്കും. പിന്നെ നമ്മളിങ്ങനെ സ്റ്റിച്ചിങ് സ്റ്റാഫ് വേണമെന്നൊക്കെ പറഞ്ഞ് കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു വ്യക്തിയാണെങ്കിൽ ദയവ് ചെയ്ത് നമ്മൾ എടുക്കാതിരിക്കാനേ നോക്കത്തുള്ളൂ. കാരണം അവർക്ക് പറ്റിയ സെയിം അവസ്ഥ നമുക്കും ഇനിയൊരു ദിവസം വരത്തില്ല എന്നുള്ളത് ആർക്കും ഉറപ്പ് പറയാനൊന്നും പറ്റില്ലല്ലോ. എന്തായാലും അങ്ങനെ ഒരു അവസ്ഥ ഉറപ്പായിട്ടും വരും. ഇന്ന് ഇതേപോലെ കാണിച്ചാലും അടുത്ത ഷോപ്പിൽ പോയിട്ട് ഇതേപോലെ തന്നെ ഉറപ്പായിട്ടും കാണിക്കും. അതുകൊണ്ട് തന്നെ ഏറ്റവും മോശപ്പെട്ട ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പം ഞാൻ കടന്നു പോകുന്നത്. രാവിലെ നേരം വെളുക്കുമ്പോൾ കേൾക്കുന്നത് തന്നെ സ്റ്റിച്ചിങ് സ്റ്റാഫ് ഇറങ്ങിപ്പോയി അടുത്ത് നിന്ന് കൂട്ടുകാരനെയും വിളിച്ചുകൊണ്ട് പോയി കഴിഞ്ഞു. അവൻ്റെ ഒരു കൂട്ടുകാരനും ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടായിരുന്നു, അവനെയും കൂടെ വിളിച്ചുകൊണ്ട് പോയി കഴിഞ്ഞു. അപ്പോൾ രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്ത് പോയതാണ്. വേറൊരു കാര്യം പറയാനുള്ളത്, ദയവ് ചെയ്ത് നിങ്ങൾ ഫുൾ സാലറി ഒരിക്കലും കൊടുക്കരുത്. ഇപ്പോൾ ബിസിനസ്സിൽ തുടക്കമാണെങ്കിൽ തന്നെ നമ്മൾ അവരുടെ മനസാക്ഷിപ്പുറത്ത് കണ്ടിട്ട് ഫുൾ സാലറി കൊടുക്കും. എല്ലാം മൺഡേ തിങ്കളാഴ്ചയാണ് ഞങ്ങൾ സാലറി കൊടുക്കുന്നത്. അപ്പോൾ നമ്മളൊരു അവസ്ഥ മനസ്സിലാക്കിയിട്ട് ഫുൾ സാലറിയും കൊടുത്തും. ഒരിക്കലും മനസാക്ഷിപ്പുറത്ത് അങ്ങനെ ഫുൾ സാലറി കൊടുക്കരുത്. ഇപ്പം സാറ്റർഡേ ആണെങ്കിൽ ഒരു 80% കൊടുത്തിട്ടോ ബുധനാഴ്ച വന്നിട്ട് പിന്നെ അവർക്ക് ബാക്കി 20% കൊടുക്കാവുള്ളൂ. അല്ലെങ്കിൽ അവർ പോയി കളയും. മറ്റേത് പോയി കളയത്തില്ല. 3 ദിവസമെങ്കിലും നമുക്ക് അവരുടെ കയ്യിൽ സാലറി പെൻഡിങ് ഉണ്ടായിരിക്കും. അവർക്ക് പോകണമെങ്കിൽ അവർ പോട്ടെ. അവർ ഒരാഴ്ചയ്ക്ക് മുന്നേ നമ്മുടെ അടുത്ത് പറയണം. അല്ലെങ്കിൽ ഞാനാണെങ്കിൽ തന്നെ ഇപ്പോൾ ഒരാളെ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ ഞാൻ ഒരാഴ്ച ആ പുള്ളിക്കാരന് വർക്ക് കൊടുത്തു. ഞാൻ പറഞ്ഞു, ഭയ ഒരാഴ്ച സമയമുണ്ട്, നിങ്ങൾ വേറൊരു ജോലി കണ്ടുപിടിച്ചോളൂ, നമുക്ക് വേണ്ട, വർക്ക് അത്ര ഫിനിഷ് ഇല്ല, അപ്പം നമുക്കത് വേണ്ടാന്ന് അവരടുത്ത് ഓപ്പൺ ആയിട്ട് പറഞ്ഞു. അപ്പോൾ 3 ദിവസം ഞങ്ങളുടെ വർക്ക് ചെയ്തു. 3 ദിവസം വർക്ക് കൊടുക്കാനായിട്ട് എനിക്ക് പറ്റുന്നില്ല. കാരണം എനിക്ക് ആ ഫിനിഷിങ് പറ്റുന്നില്ല. അപ്പം ഞാൻ എൻ്റെ ഡ്രസ്സുകളാണ് കൊടുത്തതാ, എന്തെങ്കിലും ഒന്ന് ചെയ്തോട്ടെ എന്നുവെച്ചാൽ അവർക്ക് പൈസ വേണമല്ലോ, എന്തെങ്കിലും ഒന്ന് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നവരാണ്. ഇത്രയും മനസാക്ഷി ബിസിനസ്സിൽ ഒരിക്കലും കാണിക്കാൻ പാടില്ല എന്ന കാര്യം ഇപ്പോൾ 1 അല്ല 2 അല്ല 3ാമത്തെ തൊട്ടാണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ ബൊട്ടിക് ഓണേഴ്സും അല്ലെങ്കിൽ സ്റ്റിച്ചിങ് സ്റ്റാഫ് യൂണിറ്റ് നടത്തുന്നവർ ഇവനെ ഒന്നും കൂടി നോട്ട് ചെയ്ത് വെച്ചാൽ ഇവൻ്റെ പേര് അക്ബർ എന്നാണ്. ഇവനെ ദയവ് ചെയ്ത് നിങ്ങൾ എടുക്കാതിരിക്കുക. എങ്കിൽ എനിക്കുണ്ടായ അവസ്ഥ നിങ്ങൾക്കും ഉണ്ടാവാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉണ്ട്.